ഇപ്പോൾ ദാ ഷാനിബ് നമ്മോടൊപ്പം ചേരുകയാണ്. ഷാനിബ്, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ഇനി ധൈര്യമായി വിലയിരുത്താം, എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും പാലക്കാട് ജനങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി വോട്ടർമാർ വിജയിച്ചിരിക്കുകയാണ്. നമുക്ക് ഇനി 48 മണിക്കൂറില്ല, നമുക്ക് വെയിറ്റ് ചെയ്താൽ അതിന്റെ ഫലം നമുക്കറിയാൻ കഴിയും. നമുക്കറിയാം അവിടെ പിന്നെ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഈ വോട്ടിംഗ് കുറവ്? അതിൽ ഒന്നാമത്തെ കാരണം ഈ നമ്മളവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ച ഉപതെരഞ്ഞെടുപ്പാണ് എന്ന നിലയിലുള്ള ഒരു അഭിപ്രായം അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഉണ്ടായിട്ടുണ്ട്. വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണ് എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ജയിപ്പിച്ചു വിട്ട വോട്ടർമാർക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ പോകാൻ താല്പര്യമില്ലായ്മ പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്താതിരുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഇവരുടെ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ UDF-നകത്ത് നടക്കുന്ന ഈ ഐക്യമില്ലായ്മ, അതിനകത്തുള്ള പ്രശ്നങ്ങൾ, അതിൽ മനമെടുത്ത ആളുകളും വോട്ട് ചെയ്യാൻ പോകാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ മുഴുവൻ വോട്ടുകളും ഞാൻ അവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ ബൂത്തിലിരിക്കുന്ന ആളുകളുമായും ഭാരവാഹികളുമായിട്ടൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു വോട്ട് പോലും ഇല്ലാതെ നാട്ടിലുള്ള ജീവിച്ചിരിക്കുന്ന മുഴുവൻ വോട്ടുകളും പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട്. അത് ശരിയാണ്. കാരണം LDF മെഷീനറി അത്ര കണ്ട് വളരെ വാശിയിലുമായിരുന്നു. അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ഈ LDF-ന്റെ മുഴുവൻ വോട്ടുകളും പിന്നെ സരിന് വ്യക്തിപരമായി ലഭിക്കാവുന്ന നിങ്ങളെപ്പോലുള്ള കോൺഗ്രസ് വിമതപക്ഷവും ഒക്കെ സമാഹരിക്കുന്ന വോട്ട്, ഇതെല്ലാം കൂടി ഒരുമിച്ച് എത്തിയിട്ടുണ്ട് ഈ പോളിംഗ് കുറവിലും എന്നാണ് ഷാനിബ് പറയുന്ന ആത്മവിശ്വാസം, അല്ലേ? തീർച്ചയായും. അത് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ഡോക്ടർ സരിൻ ജയിക്കാവുന്ന തരത്തിലാണ് ഇപ്പോ ഞാൻ എന്റെ ഒരു വിലയിരുത്തലായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നലെ ഏതാണ്ട് 150ഓളം ബൂത്തുകളിൽ അദ്ദേഹം നേരിട്ട് ചെല്ലുകയും അതിനുശേഷം കൈരളി ന്യൂസിനോട് അദ്ദേഹം പറയുകയും ചെയ്തു ഒരു ബൂത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ. കാരണം അദ്ദേഹം പറയുന്നത് പലരും ഈ ഔട്ട് ബൂത്തിലും ഇൻ ബൂത്തിലും ഏജന്റുമാർ പലരുടെയും UDF-ന്റെയും NDA-യുടെയും അവസാന ഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന്. അതെന്തായിരിക്കും? അവർക്ക് പ്രതീക്ഷ പോയതുകൊണ്ടാണോ? അല്ല, ഞാനത് ശ്രദ്ധിച്ചതാണ്. പിന്നെ ബൂത്തിലിരിക്കുന്ന പുറത്ത് ബൂത്തുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ബൂത്തിലിരിക്കുന്ന ഒരു രീതിയുണ്ട്. തെരഞ്ഞെടുപ്പിന് ഈ 100 മീറ്റർ ദൂരെ ബൂത്ത് കെട്ടിട്ടിരിക്കുമല്ലോ. അവിടെ കോൺഗ്രസിന്റെയും UDF-ന്റെയും ആളുകളെ കാണാനില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു തലേ ദിവസം വരെ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ഇതിന്റെ ഒരു ആവേശകരമായ ഒരു മുന്നേറ്റം നടത്തിയത് മുസ്ലിം ലീഗാണ് ഒരു പരിധി വരെ. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ അന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം നമുക്ക് പല ബൂത്തുകളിലും കാണാനില്ലായിരുന്നു. അവരുടെ ഒരു നിലപാട് എനിക്ക് തോന്നുന്നത് ഈ ഒരു തികഞ്ഞ വർഗീയത പറയുന്ന ഒരാളെ ഈ നേരിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിക്കുമ്പോൾ അയാൾ അതിന് മുമ്പ് എടുത്ത നിലപാടുകൾ തള്ളി പറയാതിരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ ഒരു സെക്യുലർ വോട്ടിനെ വല്ലാതെ അത് മുറിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സെക്യുലർ വോട്ടിൽ മനസ്സിനെ മുറിവേൽക്കുമ്പോൾ തന്നെ ആ മുറിവിൽ മുളകുപൊടി തേക്കുന്ന ഒരു പ്രസ്താവന കൂടി KPCC പ്രസിഡന്റിന്റെ ഭാഗത്തുണ്ടായി ജാംബവാന്റെ കാലത്ത് എന്ന നിലയിൽ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. ആ സാഹചര്യത്തിൽ മറ്റ് വേറെ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ, ധാർമ്മികമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടർ സരിൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ്. പിന്നെ ഈ നഗരസഭയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുമ്പോഴും നഗരസഭയിൽ പോളിംഗ് കൂടി. അത് മാത്രമല്ല, അത് BJP-യുടെ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ ലോക്സഭയിൽ പോലും ഏതാണ്ട് 495 വോട്ടുകൾ BJP ഈ ട്രെൻഡിലും UDF-ന് അനുകൂലമായ ട്രെൻഡിലും BJP നേടിയ സ്ഥലമാണ് നഗരസഭ. ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കപ്പെടുന്ന സ്ഥലം കൂടിയാണ് നഗരസഭ. അപ്പോൾ അവിടുത്തെ ഈ പോളിംഗ് ശതമാനം കൂടുന്നത് എങ്ങനെയാണ്? അത് LDF-ന് അനുകൂലമാകുന്നത് എങ്ങനെയാണ്? അത് ചോദ്യം കറക്റ്റാണ്. അതിനകത്ത് മെട്രോമാൻ ശ്രീധരൻ മത്സരിക്കുന്ന സമയത്ത് വലിയ ലീഡ് കൊടുത്ത ഒരു സ്ഥലമാണ്. അപ്പൊ അത് മാക്സിമം വോട്ട് അന്ന് ചെയ്തിട്ടുണ്ട്. BJP-ക്ക് ചെയ്യേണ്ട മാക്സിമം വോട്ട് അന്ന് ചെയ്തതാണ്. എന്നാൽ
എന്നാൽ ആ ചെയ്തതിൽ തന്നെ ഒരു വലിയ വിഭാഗം വോട്ട്, അന്ന് ചെയ്തവരിൽ നിന്ന് തന്നെ ഒരു വലിയ വിഭാഗം വോട്ട് സരിനിലേക്ക് വരും. അത് കാരണം ഈ ഒരു അക്കാഡമിക് പ്രേമമുള്ളവർ സ്വാഭാവികമായി വോട്ട് ചെയ്യുന്നതാണ് ശ്രീധരന് കിട്ടിയത്. ആ വോട്ടുകൾ സമാഹരിക്കാൻ സരിനാവുമെന്നാണ് ഷാനിബ് കരുതുന്നത്. അതെ അതെ, അന്നത്തെ ആ വോട്ടിൽ നിന്ന് ഒരു വലിയ വിഭാഗം വോട്ട്, നിഷ്പക്ഷ മതികളായിട്ടുള്ള വോട്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന അക്കാദമിക് കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള വോട്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഒരു ടൗൺ വികസനത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട് അന്ന് പിന്നെ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിനോട് സാമ്യമുള്ള ചില സമീപനങ്ങൾ തന്നെയാണ് ആ വിഷയത്തിൽ, വികസന വിഷയത്തിൽ സരിൻ എടുത്തിരിക്കുന്ന നിലപാട് അതുമായി കുറച്ചുകൂടി ബന്ധപ്പെട്ട് യോജിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടിൽ നിന്നൊരു വലിയ വിഭാഗം കിട്ടും. മാത്രമല്ല, അന്ന് വോട്ട് ചെയ്യാതിരുന്ന ആളുകൾ, അന്ന് വലിയ വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന UDF-ഉം BJP-യും തമ്മിൽ അന്ന് വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് വോട്ട് ചെയ്യാൻ പോകാത്ത ആളുകൾ പോലും ഇത്തവണ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് നഗരസഭയിൽ പോളിംഗിൽ ഒരു പിന്നെ വർധനം ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സരിൻ വന്നതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു ചേഞ്ചാണ്. ആ ചേഞ്ച് സരിന് അനുകൂലമായിട്ട് തന്നെ ആ വോട്ടുകൾ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള കണക്കൂട്ടലുകളിലും പ്രതീക്ഷയിലുമാണ് AK ഷാനുവും. തീർച്ചയായും അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധമുള്ള ഒരു നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. വളരെ സ്റ്റാറ്റിക്കലി തന്നെ ശരിവെക്കുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് പോളിംഗ് ശതമാനം നഗരസഭയിൽ കൂടുന്നത്, ആ നഗരസഭയിൽ ഉണ്ടാകുന്ന പോളിംഗ് ശതമാനത്തിലെ നേരിയ വർധനവ് ആർക്കാണ് അനുകൂലമാകുന്നത്. കഴിഞ്ഞ തവണത്തെ ശ്രീധരൻ എന്ന ഒരു സ്വതന്ത്ര വ്യക്തിത്വം, BJP-യുടെ ആണെങ്കിൽ പോലും ഒരു സ്വതന്ത്ര വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ അത് സ്വാഭാവികമായും ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യത സരിനിലേക്കാണ്, പാർട്ടിയുടേതല്ലാത്ത വോട്ടുകൾ. പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലുള്ള വോട്ടുകളുടെ കുറവ് അത് പലരും UDF കേന്ദ്രങ്ങളെ അടക്കം UDF കേന്ദ്രങ്ങൾ വൃഷ്ടിപ്രദേശങ്ങളായി ക്യാച്ച്മെൻറ്റ് ഏരിയയായി കാണുന്ന പ്രദേശങ്ങളിലുള്ള നീരസം, ആ വോട്ടിൽ നിന്നുള്ള അവരുടെ പിന്മാറ്റം, അതൊരു പക്ഷേ LDF-ന് ഗുണപരമാകുന്ന ഘടകം. പിന്നീട് മൊത്തത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിലും LDF-ൻ്റെ മിഷണറി കൃത്യമായി അവിടേക്ക് പോൾ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത്. രണ്ട്, BJP-യും അവരുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ത്രികോണ മത്സരത്തിൽ LDF-ന് മുന്നേറ്റം ലഭിക്കുന്ന ഒരു സാധ്യതയെ സംബന്ധിച്ചാണ് അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിരുന്ന AK ഷാനിബ് നിരീക്ഷിക്കുന്നത്.